അതെ, അത്യാവശ്യം തയ്ക്കാൻ അറിയുന്ന ആൾക്കാരാണ് നിങ്ങൾ. കയ്യിൽ ഒരു മെഷീനും ഉണ്ടോ? എന്നാ സ്വന്തമായിട്ട് ഒരു ചുരിദാർ അടിക്കാൻ അറിയത്തില്ല. തൊട്ടടുത്ത വീട്ടിലുള്ള ആൾക്കാർക്കോ പരിചയത്തിലുള്ള ആൾക്കാരോ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അറിയത്തില്ല. ഒരു കോൺഫിഡൻസ് ഇല്ല. എന്നാൽ അത്യാവശ്യം കുറച്ചൊക്കെ ഷേപ്പ് ചെയ്യാനും അതിനും ഇതിനൊക്കെ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ബോഡിയിൽ നിന്ന് എടുക്കുന്ന മെഷർമെന്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത് അറിയത്തില്ല. അതേപോലെ ചുരിദാർ കൈ കിട്ടി ആ ചുരിദാറിന്റെ മെഷർമെന്റ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയത്തില്ല. എന്നാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമുക്കൊരു അളവിന് ഒരു ചുരിദാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മെഷർമെന്റ്, നമുക്ക് ടേപ്പിന്റെ ആവശ്യമേ ഇല്ല, നമുക്ക് ബോഡി മെഷർമെന്റ് ഒന്നും വേണ്ട. ഒരു എന്താ പറയുക, നമ്മുടെ കൈ കിട്ടിയിരിക്കുന്ന ചുരിദാറിന്റെ മെഷർമെന്റ് ഒന്നും നമ്മൾ ടേപ്പ് വെച്ച് അളന്നെടുക്കുകയോ ഒന്നും വേണ്ട. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ അത്യാവശ്യം കുറച്ച് മാത്രം സ്റ്റിച്ച് ചെയ്യാൻ അറിയത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും സ്വന്തമായിട്ട് ഇടാനോ തൊട്ടടുത്ത് നമുക്ക് പരിചയത്തിലുള്ള ആൾക്ക്, പക്ക പ്രൊഫഷണൽ ആണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, എന്നാലും അത്യാവശ്യം പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റിച്ചിങ് ആണ് ഇന്നത്തെ കാണിക്കുന്നത്. ഒരു കുർത്തിയുടെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ, ഒരു പ്ലെയിൻ കുർത്തിയാണ്, കോട്ടൺ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അപ്പൊ എങ്ങനെ കട്ട് ചെയ്യണം, എന്തൊക്കെ മെഷർമെന്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത്, അതായത് ഒരു മെഷർമെന്റും ഇല്ലാണ്ട് നമ്മൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് അവർ തന്നിരിക്കുന്ന അളവ് എന്താണോ ആ അളവിൽ, അതേ അളവിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതായത് നമ്മുടെ സ്വന്തം കുർത്തിയാണെന്നുണ്ടെങ്കിലും എനിക്കിപ്പോൾ ഒരു ചുരിദാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചുരിദാറിൻ്റെ അതേ അളവിൽ നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണും. ഇതിനിടയ്ക്കിടയ്ക്ക് ഓരോ ടിപ്പുകൾ നമ്മൾ പറയുന്നുണ്ട്, അതെല്ലാം ശ്രദ്ധിച്ച് അതേ രീതിയിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മെഷർമെൻ്റ് ഉള്ള ആ കുർത്തിയുടെ അതേ അളവിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് നോയ്സ് ഒക്കെ ഉണ്ട്, ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് കറക്റ്റ് ഫിറ്റിലുള്ള ഒരു കുർത്തി വേണം. ഇത് കോട്ടൻ്റെ കുർത്തി എടുക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. അതിനുശേഷം ഇത് നല്ല രീതിയിൽ അയൺ ചെയ്തെടുക്കുക. നമ്മുടെ ആണെന്നുണ്ടെങ്കിലും കസ്റ്റമറുടെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതേപോലെ കുർത്തി മേടിച്ചിട്ട് ആ കുർത്തി നല്ല രീതിയിൽ ഒരു ഫോൾഡിങ്ങും ഇല്ലാണ്ട് അയൺ ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്രണ്ട് പോർഷൻ ഉള്ളിലേക്ക് വരുന്ന പോലെ നമ്മളിങ്ങനെ മുകളിലേക്ക് ബാക്ക് സൈഡ് വരുന്ന പോലെ നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഷോൾഡർ, ആം ഹോള്, അതേപോലെ സ്ലിറ്റിൻ്റെ ആ രണ്ട് പോർഷൻ ഇതേപോലെ കറക്റ്റായിട്ട് പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ കറക്റ്റായിട്ട് വെച്ച ശേഷം സെൻറ്ററും നല്ല രീതിയിൽ അയൺ ചെയ്ത് നല്ല രീതിയിൽ എടുക്കുക. ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈനിങ് ആണ് അയൺ ചെയ്യാനുള്ളത്. ലൈനിങ് നമുക്ക് ലെങ്ത് വൈസ് ആയിട്ടുള്ള പീസ് ആയിരിക്കുമല്ലോ, ഫോൾഡിങ് നൂർത്തൊന്നും വേണ്ട, ലെങ്ത് വൈസ് ആയിട്ട് ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്തിട്ട് ശേഷം നന്നായിട്ട് അതും അയൺ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ അയൺ ചെയ്ത് വെച്ചിട്ടുള്ള ഈ കുർത്തി ഉണ്ടല്ലോ, ഈ കുർത്തി ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇതും സൈഡൊക്കെ കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതെ ഫോൾഡ് ആവാണ്ട് നമ്മൾ വെച്ച് കൊടുത്ത ശേഷം വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചോക്ക് എടുക്കുക. കണ്ടോ, ഫ്രണ്ട് സൈഡാണ് ഉള്ളിലോട്ട് വന്നിരിക്കുന്നത്, നമ്മൾ ബാക്ക് സൈഡാണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നെക്കിൻ്റെ പോർഷൻ ഇതേപോലെ മാർക്ക് ചെയ്യുക, അതേപോലെ ഷോൾഡർ മാർക്ക് ചെയ്യുക. ഇത് ചുരിദാർ നമ്മുടെ, അതായത് നമ്മൾ അളവിനെടുത്തിട്ടുള്ള കുർത്തി നമ്മൾ റോങ് സൈഡ് അല്ല എടുത്തേക്കുന്നത്, നല്ല വശത്ത് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ല വശം ആ സ്റ്റിച്ച് വരുന്ന ഭാഗം ഏതാണോ, നമ്മുടെ ഷേപ്പൊക്കെ വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് എതിലെയാണോ ആ സ്റ്റിച്ച് വരുന്നത് അതിലേ നമ്മൾ ഇതേപോലെ മാർക്കിങ് കൊടുക്കുകയാണ്. ആം ഹോൾ ഇതേപോലെ ആദ്യം മാർക്ക് ചെയ്തു. ഇതിന് ശേഷം നമ്മുടെ ഈ ഒരു കേർവ് വരുന്നത്, നമ്മുടെ ഷേപ്പ് വരുന്ന ഭാഗം ഒരു 14-13 ഇഞ്ചൊക്കെ ആയിരിക്കും എല്ലാവരും വരുന്നത്. അപ്പോൾ അവിടെ ഒന്ന് ഇതേപോലൊരു ഷേപ്പ് കൊടുക്കുക. അവിടെയും ഇതേപോലെ അതായത് ഏറ്റവും ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുന്ന ഭാഗം എവിടെയാണോ അവിടെ ഇതേപോലെ ഒരു മാർക്കിങ് കൊടുക്കുക. എന്നിട്ട് ഇത് ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് സ്ലിറ്റാണ് നോക്കേണ്ടത്. സ്ലിറ്റിൻ്റെ അവിടെയും നമ്മൾ കറക്റ്റ് സ്ലിറ്റ് എവിടെയാണോ വരുന്നത് അവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒന്നെങ്കിൽ സ്കെയിലോ അല്ലെങ്കിൽ ഇതേപോലെ ടേപ്പോ പിടിച്ചിട്ട് ഒരു ലൈൻ കൊടുത്തിട്ട് അവിടെയും നമ്മൾ സ്ലിറ്റ് വന്ന് അവസാനിക്കുന്ന ഭാഗം ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് അതിന് ശേഷം വേണം നമ്മൾ അടുത്ത പോർഷൻ, നമ്മുടെ ആം ഹോളാണ് വരുന്നത്. ആം ഹോൾ നമ്മൾ സാധാരണ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് നൂർത്തിട്ട് ഉൾവശത്ത് നിന്നും നമ്മുടെ സ്ലീവ് ഉള്ളിലേക്ക് ഒന്ന് മടക്കി ഉള്ളിലേക്ക് എടുക്കുക. ഇങ്ങനെ സ്ലീവ് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് ആ നെക്കിൻ്റെ പോർഷനിലോട്ട് നമ്മൾ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എടുത്ത ശേഷം നമ്മൾ ആം ഹോളിൻ്റെ ആ ഷേപ്പ് സ്റ്റിച്ച് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ കറക്റ്റ് ആയിട്ടാണോ ഇരിക്കുന്നതെന്നുള്ളത് ഇതേപോലെ ഒന്ന് നോക്കിയിട്ട് അവിടെ ആ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗം നോക്കി നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോവാണ്ട് ഇതേപോലെ പതുക്കെ കേവ് കറക്റ്റായിട്ട് വരച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ആം ഹോളിൻ്റെ പോർഷൻ ഇതേപോലെ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സ്ലിറ്റാണ് ഇനി വരയ്ക്കാൻ പോകുന്നത്. സ്ലിറ്റും നമ്മൾ കറക്റ്റായിട്ട് ഇതേപോലെ സൈഡ് ഇങ്ങനെ വരച്ച് കൊടുക്കുക. ചെറിയ ചെറിയ ഡോട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ഒന്നിച്ച് ജോയിൻ ചെയ്താൽ മതി.
ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് പോർഷനാണല്ലോ, ബാക്ക് പോർഷൻ്റെ ഈ ടക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. ബാക്കിൽ ടക്ക് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ടക്ക് ഉള്ള കുർത്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ടക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ ടക്ക് ഇതേപോലെ ഞാനിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ നഖം കുത്തിപ്പിടിച്ചിട്ട് ജസ്റ്റ് ഒരു മാർക്കാണ് കൊടുക്കുന്നത്. ഈസി ആയിട്ടുള്ളൊരു വേ ആണ് ഞാൻ കാണിച്ചു തരുന്നത്. ട്രേസിങ് വീലൊക്കെ ഉപയോഗിച്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ എല്ലാവരുടെ അടുത്തും ട്രേസിങ് വീലും കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഈ രീതിയിലാണ് ഞാൻ ടക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ നിങ്ങൾ ടക്ക് മാർക്ക് ചെയ്യുക. ഇതിന് ശേഷം ഞാൻ നെക്ക് ഇതേപോലെ വരച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെക്ക് ഇങ്ങനെ കേർവായിട്ട് വരയ്ക്കാൻ പറ്റില്ലെങ്കിൽ ഒന്നെങ്കിൽ ആം ഹോൾ കർവ് ഉപയോഗിക്കാം. അതില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അതേ നെക്ക് നമ്മൾ ആം ഹോളൊക്കെ വരച്ചില്ലേ, അതുപോലെ തന്നെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഇതിന് ശേഷം ഒരു 1/4 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് നെക്കിൻ്റെ അവിടെ. കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള സീം അലവൻസ് ആണത്. ഷോൾഡറിൻ്റെ അവിടെ 1/2 ഇഞ്ച്, നമുക്ക് കാലും ഒരു പോയിൻറ്റും മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യാം. നമ്മൾ എത്രയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു സ്ലോപ്പ് ആയിട്ടുള്ള ലൈൻ ആയതുകൊണ്ട് ആ സ്ലോപ്പ് കറക്റ്റായിട്ടൊന്ന് വരച്ചിട്ടുണ്ട്. അപ്പോൾ കാലും ഒരു പോയിൻറ്റും അല്ല, ഞാൻ 1/2 ഇഞ്ച്. എല്ലാവർക്കും കാലും ഒരു പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യം മനസ്സിലായെന്ന് വരത്തില്ല. അപ്പോൾ ഞാനൊരു 1/2 ഇഞ്ചാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതേ 1/2 ഇഞ്ച് തന്നെയാണ് നമ്മൾ ആം ഹോളിൻ്റെ എവിടെയും സീം അലവൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇത് എന്തിനാണ് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല വശത്താണ് ഇട്ടിട്ടാണല്ലോ വരച്ചേക്കുന്നത്. അപ്പം നമുക്ക് തയ്ക്കാനുള്ള തയ്യൽ തുമ്പ്, അതായത് സീം അലവൻസ് നമുക്ക് അവിടെ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇത് വരച്ചതിന് ശേഷം നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇവിടെ ഒരു 1.5 ഇഞ്ച് കൊടുക്കുകയാണ്. ഇതും ഞാൻ ഇച്ചിരി കൂട്ടിയാണ്, 1.25 മതിയാവും. അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഞാൻ 1.25 സാധാരണ എടുക്കാറ്. നിങ്ങൾക്ക് എന്താ പറയുക, എന്തെങ്കിലും ഷേപ്പ് ചെയ്യണോ അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ലൂസൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ അതിലും കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായി വരത്തില്ല. അതുകൊണ്ട് 1.5 ഇഞ്ച് എടുത്താൽ മതി. അതിനുശേഷം ഞാൻ ഇതേപോലെ ഒരു സ്കെയിൽ വെച്ച്, ഇത് 1.5 ഇതിൻ്റെ വീതി വരുന്നത്. അപ്പം നിങ്ങൾക്ക് ചെറിയ സ്ലിറ്റ് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വരച്ച് കൊടുത്താൽ മതി. അതേപോലെ ഒരു 1.5 ഇഞ്ച് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ലൈനിങ് ആയതുകൊണ്ട് ഇത് കണ്ടോ, താഴേക്കല്ല നമ്മൾ വരയ്ക്കേണ്ടത്, നമ്മൾ മുകളിലേക്ക്, അതായത് നമ്മുടെ മെയിൻ ലൈൻ വരുന്നതിന് മുകളിലേക്കാണ് ഞാൻ വരച്ചു കൊടുത്തിരുന്നത്. കാരണം നമ്മുടെ ലൈനിങ് മെയിൻ മെറ്റീരിയലിനേക്കാളും കുറച്ച് കുറവായിരിക്കും ലെങ്ത്ത് വരേണ്ടത്. അപ്പോൾ അത് ലെങ്ത്ത് കുറച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 1 ഇഞ്ച് കുറച്ചെടുത്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിരിക്കും. എന്നിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. ബാക്കി എല്ലാ പോർഷനും നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു ലൈനിൽ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ എക്സ്ട്രാ സീം അലവൻസ് ആയിട്ട് കുറച്ച് കയറ്റി കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ തയ്ച്ച് കഴിഞ്ഞിട്ട് വെട്ടിക്കളയാം എന്നൊന്നും വിചാരിക്കുന്നൊന്നുമില്ല. നമ്മൾ വരച്ച മാർക്കിംഗ് എത്രയാണോ ആ മാർക്കിംഗ് കൂടെ മാത്രമാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, അതായത് നമ്മളിപ്പോൾ ടേപ്പ് എന്ന് പറഞ്ഞ സാധനം അളവെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടേ ഇല്ല. നമ്മൾ ആ ഒരു ചുരിദാറിൻ്റെ അതേ മെഷർമെൻറ്റ് വെച്ചിട്ട് അതേ രീതിയിൽ ട്രേസ് ചെയ്തെടുക്കുന്ന പോലെയാണ് ചെയ്തേക്കുന്നത്. ഇപ്പം ഞാൻ എന്നിട്ട് അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ലൈനിങ് പോർഷനാണ് ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈനിങ് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബാക്ക് പോർഷനാണ് ഇത് വരുന്നത്. ഇതിൻ്റെ തൊട്ടടിയിൽ നമ്മൾ ഫ്രണ്ടാണ് വരച്ചേക്കുന്നത്. അപ്പോൾ ഈ ബാക്ക് പോർഷൻ്റെ ഒരു സൈഡിലും കൂടെ നമുക്ക് ടക്ക് വേണ്ടേ. അപ്പോൾ ആ ടക്കാണ് ഞാനിങ്ങനെ മാർക്ക് ചെയ്യുന്നത്. അതും ഇങ്ങനെ ഒന്ന് കുത്തിപ്പിടിച്ചിട്ട് നഖം വെച്ചിട്ട് കുത്തിപ്പിടിച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങളൊരു കട്ടിയുള്ളൊരു നീഡിൽ അതിലൂടെ കുത്തി ഇറക്കുക എന്നുണ്ടെങ്കിൽ അപ്പുറത്തോട്ട് പെട്ടെന്ന് ട്രേസിങ് വരും. അങ്ങനെ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യാം. അങ്ങനെ ഞാനിതേ ബാക്ക് സൈഡിലേക്ക് ടക്ക് അതേപോലെ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ട്രേസിങ് വീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രേസിങ് വീൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ നോർമൽ ചുരിദാറിൻ്റെ ലെങ്ത്തിനെക്കാട്ടിൽ ഒരു 1.5 ഇഞ്ച് കുറവാണ് ഈ ലൈനിങ് മെറ്റീരിയലിന് വരുന്നത്. ഇനി നമ്മൾ ഈ ബാക്ക് പോർഷനിൽ ഒരു സൈഡിൽ മാത്രമേ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗം ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്ക് ഇതേപോലെ തന്നെ നമ്മളിതിങ്ങനെ ട്രേസ് ചെയ്തെടുക്കുകയാണ്. ഇതിനും ട്രേസിങ് വീൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ട്രേസിങ് വീലൊന്നും ഇല്ലാത്ത ആൾക്കാർ, ഉപയോഗിക്കാൻ അറിയാത്ത ആൾക്കാരൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ആ ഒരു ലൈൻ ഇങ്ങനെ രൂപം വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് കുത്തി വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വിടുക. എന്നിട്ട് ജോയിൻ ചെയ്ത് വിട്ടാൽ മതി. ആ കറക്റ്റ് അതേ മെഷർമെൻറ്റ് തന്നെ അത് കിട്ടിക്കോളും. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഷേപ്പ് നമ്മൾ കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. സ്ലിറ്റിൻ്റെ അവിടുത്തെ പോർഷൻ ഞാൻ സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുകയാണ് ചെയ്തത്. അത് കറക്റ്റായിട്ട് വരണമല്ലോ. അപ്പോൾ അതും ഇങ്ങനെ വരച്ചു. ഇനി നമുക്ക് നെക്കിൻ്റെ പോർഷനിൽ ഈ ഷോൾഡറിൻ്റെ ഇവിടുത്തെ വിഡ്ത്ത് ഉണ്ടല്ലോ, അതും നമ്മൾ കറക്റ്റായിട്ട് ഫ്രണ്ട് പോർഷനിലൂടെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ലൈൻ മാത്രമല്ല, 2 ലൈനും കൊടുക്കണം. അതായത് 1/4 ഇഞ്ച് നമ്മൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് സീം അലവൻസ് കൊടുത്തിട്ടില്ലേ, അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുർത്തി ഇതേപോലെ നൂർത്തിയിട്ടിട്ട് നമ്മൾ ബാക്ക് സൈഡ് ഉള്ളിലേക്ക് വരുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. കാരണം നമുക്ക് ഫ്രണ്ടിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് നെക്ക് കാണിക്കുന്നത്. എല്ലാ തുടക്കക്കാർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള രീതി, ക്യാൻവാസ് വെച്ചിട്ടോ ബയാസ് പീസ്, അതായത് ക്രോസ് പീസ് കട്ട് ചെയ്ത് മറിച്ചെടുക്കലോ ഇങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യാണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനിതേപോലെ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷോൾഡർ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫ്രണ്ടിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഈ നെക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഷോൾഡർ
നമ്മൾ സീം അലവൻസും കൂടെ 1/2 ഇഞ്ച് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ 1/2 ഇഞ്ചിന് താഴെ വെച്ചിട്ട് വേണം നമ്മൾ നെക്ക് മാർക്ക് ചെയ്യാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ മെഷർമെൻറ്റ് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, ലെങ്ത്ത് വ്യത്യാസം വരും. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് സ്റ്റിച്ച് വരുന്ന ഭാഗത്തായിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം വെക്കുക, അതായത് 1/2 ഇഞ്ച് താഴേക്ക് ഇറക്കി വെക്കുക. ഇതിന് ശേഷം ആ മെയിനായിട്ട് സ്വീറ്റ് ഹാർട്ട് നെക്കാണ് വരുന്നത്. അപ്പോൾ ആ മെയിനായിട്ട് വരുന്ന ആ നെക്കിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് 1/4 ഇഞ്ചും കൂടെ മാർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്ക് നെക്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഏത് റൗണ്ട് ആണെങ്കിലും സ്ക്വയർ ആണെങ്കിലും ഏത് നെക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി. ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആം ഹോളിൻ്റെ പോർഷൻ നമുക്കൊന്ന് കുഴിച്ച് വെട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് ഇതേപോലെ ഉള്ളിലേക്ക് വരച്ചിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളും വരച്ചെടുത്ത ശേഷം അത് കട്ട് ചെയ്യുക. ഫ്രണ്ട് പോർഷൻ കുഴിച്ച് വിടാൻ ഒരിക്കലും മറന്നു പോരുത് കേട്ടോ. അങ്ങനെ നമ്മളത് കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ മെറ്റീരിയൽ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് 2 പീസുകളും ഫ്രണ്ടും ബാക്കും നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് വെച്ച ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് മെഷർമെൻറ്റ് നോക്കുക. അതായത് താഴത്തെ സ്ലിറ്റിൻ്റെ പോർഷൻ വരുന്ന ഇതേപോലെ നോക്കിയിട്ട് ഫോൾഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ മെറ്റീരിയൽ വെറുതെ കട്ട് ചെയ്ത് കളയത്തില്ല, നമുക്ക് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇതിന് ഇട്ട ശേഷം നമ്മൾ ഇതേപോലെ ബാക്ക് പോർഷൻ ലൈനിങ് ബാക്ക് കട്ട് ചെയ്തത് ഇതേപോലെ നമ്മളവിടെ വെച്ചിട്ട് ആ ഫോൾഡിങ്ങിൻ്റെ അവിടെ നിന്നാണ് കറക്റ്റ് വെക്കുന്നത് കേട്ടോ. വെച്ച ശേഷം ഇതേപോലെ ഓരോ പോർഷൻസും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആം ഹോളും ഷോൾഡറും എല്ലാം നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത് ഷേപ്പ് ആയിട്ട് വരുന്ന ഭാഗം ഇതേപോലെ ഒരു സൈഡ് മാത്രം മാർക്ക് ചെയ്താൽ മതി. അതായത് നമ്മൾ സ്റ്റിച്ച് വരുന്ന ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, സ്റ്റിച്ച് ലൈൻ, അതൊന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സൈഡ് നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗം എവിടെയാണോ അത് മാത്രം നമുക്ക് മാർക്ക് ചെയ്താൽ മതി. ബാക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈനിങ്ങിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല കേട്ടോ. അങ്ങനെ അത് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഈ സമയത്ത് എക്സ്ട്രാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നീങ്ങി പോകുന്നുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ മെറ്റീരിയലിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് കൈ വെച്ചിട്ട് കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അയൺ ബോക്സ് അങ്ങനെ എന്തെങ്കിലും വെയിറ്റ് ഉള്ള സാധനം എടുത്ത് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഇതിനകത്ത് നിന്ന് ഒരു പീസ് മാത്രം എടുത്ത് മാറ്റുക. അതായത് നമ്മൾ 2 പീസാണല്ലോ കട്ട് ചെയ്തിട്ടുള്ളത് ഇതേപോലെ, അതിലൊരു പീസ് ബാക്ക് പോർഷൻ എഴുതിയിട്ട് ബീന്ന് എഴുതിയേക്കുന്ന ബാക്ക് പോർഷനാണ്, അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയുള്ള ആ ബാക്കി ഒരു പീസിലോട്ട് നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് ആ ലൈനിങ്ങിൻ്റെ പീസ് ഇതേപോലെ മുകളിലേക്ക് വെക്കുക. കാരണം നമുക്ക് കൈക്കുഴിയൊക്കെ കുഴിച്ച് വെട്ടാനുണ്ട്. അപ്പോൾ ആം ഹോളിൻ്റെ പോർഷൻ നമ്മൾ ഇതേപോലെ ആ വരച്ച് കൊടുത്തിരിക്കുന്നത് ഇതേപോലെ തന്നെ നോക്കിയിട്ട് ഒന്ന് വരച്ച് കൊടുക്കുക. വരച്ചതിൻ്റെ മുകളിൽ കൂടെ കട്ട് ചെയ്താൽ മതി. ഇല്ല നിങ്ങൾ ഇങ്ങനെ ക്ലോത്ത് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും കട്ട് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. കറക്റ്റ് ആ ഒരു ഇതിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് മാറ്റുക. ഇനി നമ്മൾ വലിയ ഒരു പീസ് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്ത് വെക്കുകയാണ്. കാരണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടും 2 പീസ് ഇതേപോലെ സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്ത് നമ്മൾ കുർത്തിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത പോലെ തന്നെ ലെങ്ത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ആം ഹോളിൻ്റെ പോർഷൻ വരുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഞാൻ സ്ലീവിൻ്റെ അവിടെ ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കിയ ശേഷം ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ആം ഹോൾ വരുന്ന ആ ഒരു പോർഷൻ ഇതേപോലെ കറക്റ്റ് ആ സ്റ്റിച്ച് ലൈനിൽ കൂടെ തന്നെ ലൈൻസ് വരച്ച് കൊടുക്കുക. ഇതിന് ശേഷം താഴോട്ട് ഷേപ്പ് വരുന്നതിൻ്റെ അവിടെയും നമ്മൾ ഇതേപോലെ തന്നെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരെ ചുരിദാർ മാറ്റി ഫുള്ളായിട്ട് മാറ്റരുത്, സ്ലീവിൻ്റെ എൻഡ് നമുക്ക് ചെയ്യണം. അപ്പോൾ സ്ലീവിൻ്റെ ആ ഒരു എൻഡ് പോർഷൻ വരുന്ന അവിടെ റൗണ്ട് വരുന്ന അവിടെയും നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു 1/2 ഇഞ്ച്, നമ്മൾ 1/2 ഇഞ്ചാണ് ആം ഹോളിൽ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത് നമ്മൾ കുർത്തിയിൽ, അതേ 1/2 ഇഞ്ച് തന്നെ നമ്മൾ ആം ഹോളിൻ്റെ അവിടെ സീം അലവൻസ് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ചുരിദാറിൻ്റെ ബോഡി പോർഷനിൽ 1.5 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. അതേ മെഷർമെൻറ്റ് തന്നെ 1.5 ഇഞ്ച് തന്നെ നമ്മൾ ലൂസ് ആഡ് ചെയ്യുക. ഇതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഈ 1/4 ഇഞ്ച് മതിയോ അല്ലെന്നുണ്ടെങ്കിൽ ആ 1.25 എടുത്താൽ മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെഷർമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് നമ്മൾ 1.5 ഇഞ്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ആ 1.5 ഇഞ്ച് തന്നെ എടുക്കുക. 1.5 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് മാത്രം എടുക്കുക കേട്ടോ. അത് മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതിന് ശേഷം ഞാൻ ഇതിനെ ഇങ്ങനെ നൂർത്തിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ നല്ല വശവും ഉള്ളിലോട്ട് വരുന്ന പോലെ ആയിരിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ചീത്തവശവും നല്ല വശവും വരുന്ന പോലെ ആയിരിക്കണം. അതിനുശേഷം ഈ ഒരു സൈഡ് 2 എണ്ണത്തിൻ്റെ ഒരു സൈഡിൽ ഇതേപോലെ നമ്മൾ കുഴിച്ച് വെട്ടി കൊടുക്കുകയാണ്. കാരണം നമ്മൾ കുർത്തിയുടെ ആം ഹോളിൻ്റെ ഫ്രണ്ട് പോർഷൻ കുഴിച്ച് വെട്ടിയില്ലേ, അതേപോലെ തന്നെ നമ്മൾ സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷനും ഇതേപോലെ കുഴിച്ച് വെട്ടി കൊടുത്തേക്കാണ്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇതേപോലെ 2 പീസാണ്. അത് നമ്മൾ സ്ലീവും അതിൻ്റെ ഫ്രണ്ട് പോർഷനും കൈക്കുഴിയും കുഴിച്ച് വെട്ടിയിട്ടുണ്ട്, അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബാക്ക് പോർഷൻ മെയിൻ മെറ്റീരിയലിൻ്റെ ബാക്ക് പോർഷനാണ്, അത് നമ്മളെടുത്ത് മാറ്റി. ഇത് ഫ്രണ്ട് പോർഷൻ നമ്മൾ കൈക്കുഴി കുഴിച്ച് വെട്ടിയിട്ടുള്ള ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ ആ പീസ് നമ്മളെടുത്ത് മാറ്റി വെക്കുകയാണ്. പിന്നെ നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിനി ലൈനിങ് ആണ് എടുക്കുന്നത്. ലൈനിങ് നമുക്കൊരു കുറച്ച് പണിയും കൂടി ഉണ്ട്. ലാസ്റ്റ് കാണിക്കാൻ കാരണം നമ്മൾ മെയിൻ മെറ്റീരിയൽ ഇങ്ങനെ കട്ട് ചെയ്യുന്നില്ല, ലൈനിങ്ങിൽ മാത്രമാണ് നെക്ക് കട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഈസി ആയിട്ടുള്ള രീതി നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ലൈനിങ് മാത്രം കട്ട് ചെയ്താൽ മതി. ഞാൻ ഒന്നും കൂടി എടുത്ത് പറയുകയാണ്, ലൈനിങ് മാത്രം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് മാറ്റുക. അതായത് 1/4 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ സീം അലവൻസും കൂടെ ആഡ് ചെയ്ത് വരച്ചില്ലേ, അവിടുന്ന് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് മാറ്റുകയാണ്. ഇതേപോലെ തന്നെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരേപോലെ തന്നെ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈനിങ്ങിൽ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. നമ്മൾ മെയിൻ മെറ്റീരിയലിനകത്ത്, അതായത് നമ്മുടെ മെയിൻ മെറ്റീരിയലിനകത്ത് കട്ട് ചെയ്യുന്നില്ല നെക്ക്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വേറെ എക്സ്ട്രാ പീസുകളൊന്നും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നില്ല കേട്ടോ. ഇത് മാത്രം കട്ട് ചെയ്യുക. ഇതിന് ശേഷം ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമ്മൾ സ്റ്റിച്ചിങ്ങിൽ കാണിക്കും കേട്ടോ.
അപ്പം നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ഇതിന്റെ കട്ടിങ് വീഡിയോ ആണ്. കട്ടിങ് നമ്മൾ ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച സാധനം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ, അത് ചിലർക്കൊക്കെ കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന ആൾക്കാരും ഉണ്ടാവും കേട്ടോ. പക്ഷെ എന്നാൽ അത്യാവശ്യം സ്റ്റിച്ചിങ് എന്താ പറയുക കുറച്ചേ അറിയത്തുള്ളൂ. ഇതിപ്പോൾ തുടക്കക്കാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് ചെറുതായിട്ട് അറിയത്തുള്ളൂ എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് നമ്മൾ ഫുള്ളായിട്ടുള്ളത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും എന്തായാലും ഒന്ന് കാണണേ. അപ്പോൾ ഈ കട്ടിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോസും എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ താമസിക്കാണ്ട് തന്നെ വരും കേട്ടോ, പാർട്ട് 2.